എല്ലാവർക്കും നമസ്കാരം. ഐ തിങ്ക് ഇറ്റ്സ് എ നൈസ് ടോപ്പിക്. സയൻസ് പഠിച്ചാൽ യുക്തിവാദിയാകുമോ? അല്ലെങ്കിൽ അത് ഇങ്ങനെയൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഒരു യുക്തിവാദിയാകണമെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ സയൻസ് പഠിക്കുക എന്നുള്ളതാണോ? ഇത് എങ്ങനെ ബന്ധപ്പെടുത്താം എന്നത് മറ്റൊരു വിഷയമാണ്. നമ്മളൊരു ചില സംഭവങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പലപ്പോഴും നമുക്കുള്ള പ്രാദേശികമായ അറിവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ചില വ്യക്തികളെ വെച്ച് അങ്ങനെയുള്ള ഒരു ലോക്കൽ അവൈലബിലിറ്റി നമ്മളിവിടെ നോക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഒരു സയൻസ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ശാസ്ത്ര സമൂഹത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന 7 അന്താരാഷ്ട്ര പ്രോജക്റ്റുകളിൽ ഇന്ത്യയുടെ സയൻറ്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സയൻസിന്, ശാസ്ത്ര സമൂഹത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ നടത്തുന്ന ടോക്കോമോക്ക എക്സ്പെരിമെൻറ്റ്, ഫ്യൂഷൻ റിയാക്ടറുകൾ സംബന്ധിച്ച്, ദെൻ സ്ക്വയർ കിലോമീറ്റർ അറേ എന്ന് പറയുന്ന ടെലസ്കോപ്പുകളുടെ സംഘാതം, അതേപോലെ ലൈഗോ എക്സ്പെരിമെൻറ്റിൻ്റെ ഇന്ത്യൻ വേർഷൻ, ദെൻ ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി എന്നിങ്ങനെ നിരവധി പ്രോജക്റ്റുകളിൽ നമ്മൾ പങ്കാളികളാണ്. പക്ഷേ പലപ്പോഴും നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. നമുക്കിപ്പോഴും ഇന്ത്യയുടെ സയൻസ് എന്ന് പറയുമ്പോൾ എത്തി നിൽക്കുന്നത് ഈ ചാണകത്തിലെ ഗവേഷണത്തെക്കുറിച്ചും പശുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എത്തുന്നത്. അതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ല എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യുക്തിവാദവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ, ഒരാൾ യുക്തിവാദിയാകുന്നത് പലപ്പോഴും അയാൾ സയൻസ് പഠിച്ചത് കൊണ്ടാകണമെന്നില്ല. മാത്രമല്ല, ഒരു യുക്തിവാദം എന്ന് പറയുന്നത് ഒരു സയൻസിൻ്റെ ഒരു ടോപ്പിക്കും അല്ല. എന്ന് പറഞ്ഞാൽ, ഈ ഹോമിയോ മെഡിസിനെ എതിർക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആയുർവേദം സയൻറ്റിഫിക് അല്ല എന്ന് പറയുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സയൻസ് എന്താണെന്ന് പഠിച്ചിട്ടായിരിക്കണമെന്നില്ല. ഇപ്പോൾ അവഗാഡ്രോയുടെ നമ്പറും മോളിൻ്റെ വാല്യൂ അറിഞ്ഞിട്ടൊന്നും അല്ല ഹോമിയോ മരുന്ന് അങ്ങനെയല്ല എന്ന് പറയുന്നത്. പലപ്പോഴും അപ്പീൽ ടു അതോറിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് ഇത് സയൻറ്റിഫിക് അല്ല എന്ന് കരുതുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഒരു വലിയ ഭൂരിപക്ഷമുണ്ടെന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അയാൾ യുക്തി പ്രയോഗിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. ഇതും ഒരു തരം വിശ്വാസം തന്നെയല്ലേ. ഇനി സയൻസിലാവുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദ കേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് സയൻസിൻ്റെ ഒരു വിഷയമല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം ഭൗതിക പ്രമാണങ്ങൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് സയൻസ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ മുതലായവ അതിൻ്റെ ശാസ്ത്രീയമായ വേർഷൻ എന്ന് പറയാം, ശാസ്ത്രീയമായ ആചാരങ്ങൾ, ശാസ്ത്രീയമായ വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം, ഇതൊന്നും സയൻസിൻ്റെ ഭാഗം ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ എങ്ങനെ ബന്ധിപ്പിക്കാം, അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ച അല്ലെങ്കിൽ സയൻസ് പഠിച്ച ഒരാൾ യുക്തിവാദിയാകുമോ, അല്ലെങ്കിൽ യുക്തിവാദിയാകണമെങ്കിൽ സയൻസ് പഠിക്കണമോ എന്നുള്ള ഒരു വലിയ ടോപ്പിക്കാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മൾ വരുന്ന ഡിസ്കഷനുകളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇറങ്ങിച്ചെല്ലാമെന്ന് വിചാരിക്കുന്നു. സയൻസ് പഠിച്ചാൽ യുക്തിവാദിയാകുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ സാബു സാർ ഓൾറെഡി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയൊരു വിയോജിപ്പോടെ അല്ല, ഒരു അഡീഷനോടെ തുടങ്ങാം. വിശ്വാസം, ദൈവം, ആത്മാവ് തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ മേഖലയ്ക്ക് പുറത്താണ് എന്നൊരു ആശയമുണ്ട്, പൊതുവെ ആൾക്കാർ പറയാറുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സയൻസിന് അത്തരം പരിധികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സയൻസിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ കാണുന്ന ലോകത്തെ വിശദീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ലോകത്തെ വിശദീകരിക്കുക എന്നുള്ളതാണ്. പ്രകൃതി പ്രതിഭാസങ്ങളെ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രകൃതി പ്രതിഭാസത്തെ വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി പോസ്റ്റുലേറ്റ് ചെയ്യണം എങ്കിൽ അതും സയൻസിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ സയൻസിൽ ഇതൊന്നും വരാത്തതിൻ്റെ കാരണം ഇത്തരം സിദ്ധാന്തങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി പോലുള്ള സിദ്ധാന്തങ്ങൾ, ദൈവം, ആത്മാവ് പോലുള്ള കാര്യങ്ങൾ ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ, ലോകത്തെ തന്നെയോ പ്രപഞ്ചത്തെ തന്നെയോ വിശദീകരിക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ നാച്ചുറലിസം എന്ന് പറയുന്നത്, അത് ഇത്തരം സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസ് ആവശ്യമില്ല എന്ന നാച്ചുറലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സയൻസിൻ്റെ ഒരു കൺക്ലൂഷനാണ്. ഒരു സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആയിക്കൊള്ളണമെന്നില്ല. കാരണം
ആ രീതിയിലാണ് സയൻസ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ മെറ്റീരിയലിസം, നാച്ചുറലിസം എന്നിവ മാത്രം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവനായിട്ടും എല്ലാ പ്രതിഭാസങ്ങളെയും വിശദീകരിക്കാം എന്ന് വരുമ്പോൾ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസിന് അവിടെ സ്ഥാനമില്ല എന്ന് വരികയാണ്. അതേസമയം ഏതെങ്കിലും ഒരു പ്രതിഭാസം വന്നു, സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ഉപയോഗിച്ചുള്ള വിശദീകരണമാണ് അതിൻ്റെ ഏറ്റവും മികച്ച വിശദീകരണമെങ്കിൽ സയൻസിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ സയൻസിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതിനൊരു തെളിവായിട്ട് നമുക്ക് എടുക്കാം, സയൻസിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എടുക്കാം. അപ്പോൾ സയൻസ് പഠിച്ചാൽ യുക്തിവാദി ആകുമോ എന്നുള്ള ചോദ്യം കുറച്ച് ബ്രോഡാണ്. യുക്തിവാദം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു സബ്ജക്റ്റ് വന്നതുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് എങ്ങനെയാണ് ശാസ്ത്രത്തിന് എത്താൻ കഴിയുക, നിരീശ്വരവാദത്തിലേക്ക് എത്തുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, അതൊരു ബോഡി ഓഫ് നോളജാണ്, നമ്മുടെ ഒരു കൂട്ടം അറിവുകളുടെ ഒരു സഞ്ചയമാണ്. ഓക്കെ, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് കുറേ വർഷം മുമ്പ് എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ, ഇങ്ങനെയുള്ള കുറേ അറിവുകളുടെ ഒരു കൂട്ടമാണ്. ഈ രീതിയിലാണ് സയൻസ് പൊതുവെ നമ്മൾ പഠിക്കുന്നതും സ്കൂളുകളിലാണെങ്കിലും പഠിക്കുന്നത് ഈ രീതിയിലാണ്. പക്ഷെ അതേസമയം അതിനേക്കാളും പ്രധാനമായ കാര്യം സയൻസ് എന്ന് പറയുന്നത് ശരിക്കുള്ള അറിവുകളിലേക്ക് എത്താനുള്ളൊരു മെത്തഡോളജി കൂടിയാണ്, രീതിശാസ്ത്രവും കൂടിയാണ്. അപ്പോൾ ഈ മെത്തഡോളജി ഏത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തഡോളജിയുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാൻ പറയാം. ഒന്നാമത്, പ്രകൃതി പ്രതിഭാസങ്ങൾ അല്ലെ ലോകത്തെ വിവരിക്കാനുള്ള സിദ്ധാന്തങ്ങൾ അല്ലെ തിയറികൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തിയറി എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇറ്റ് കുഡ് ബി സം സോർട്ട് ഓഫ് എൻ എക്സ്പ്ലനേഷൻ. നമ്മളൊരു കാര്യത്തെ എങ്ങനെ വിശദീകരിക്കും. അപ്പോൾ പ്രൊവിഷണൽ തിയറി ആയിട്ട് ദൈവമാണ് ഇതിന് കാരണം അല്ലെ ആത്മാവാണ് ഇതിന് കാരണം എന്നുള്ള തിയറി നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സയൻസ് യഥാർത്ഥത്തിൽ ചെയ്യുന്ന സയൻസിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇങ്ങനെ കമ്പീറ്റിംഗ് ആയിട്ടുള്ള ഐഡിയോളജീസിനെ അല്ലെ കമ്പീറ്റിംഗ് ആയിട്ടുള്ള തിയറീസിനെ കമ്പയർ ചെയ്യാനുള്ളൊരു മെത്തഡും കൂടിയാണ്. നമ്മൾ പ്രകൃതി പ്രതിഭാസങ്ങൾ ലോകത്തേക്ക് നോക്കും, കാര്യങ്ങളെ വിശദീകരിക്കാൻ തിയറികൾ രൂപീകരിക്കും, അതൊരു പോയിൻ്റ്. അടുത്ത പോയിൻ്റ് പറഞ്ഞാൽ എംപിരിസിസമാണ്. അതായത് ഈ തിയറികൾ ലോജിക്കലി കൺസിസ്റ്റൻ്റ് ആവണം എന്നിങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ട്. അത് മാത്രം പോരാ, ഈ തിയറികൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തെ വിവരിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് എംപിരിസിസത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. വി ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ തിങ്സ്. നമ്മുടെ അനുഭവങ്ങളെ എത്ര നന്നായിട്ട് ഈ തിയറികൾ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അനുഭവം എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലാണ് പറയുന്നത്. പരീക്ഷണ നിരീക്ഷണങ്ങളും നമ്മൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം ഞാൻ ഈ അനുഭവം എന്നുള്ളതിൻ്റെ ഉള്ളിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എഗെയിൻ ഒരു തിയറി ഏത് തിയറിയാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കാൻ വീണ്ടും രണ്ട് പോയിൻറ്റ്സ് നമ്മൾ നോക്കണം. അതിലൊന്ന്, നമ്മളെടുക്കുന്ന തിയറി അതിൻ്റെ പ്രയർ പ്രോബബിലിറ്റി എന്താണ്, അതായത് വേറെ തെളിവുകളൊന്നും നോക്കുന്നതിന് മുൻപ് തന്നെ ഈ തിയറി ശരിയാവാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മുടെ നിലവിലുള്ള കൺസെൻസസ് പൊസിഷൻ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളായിട്ട് യോജിച്ച് പോകാത്ത കാര്യമാണെങ്കിൽ അത് ശരിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് കാൾ സാഗനൊക്കെ പറഞ്ഞത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് എന്ന്. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റ്, ലോകത്തെ എത്ര നന്നായിട്ട് ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നു, നമ്മുടെ അനുഭവങ്ങളെ എത്ര നന്നായിട്ട് സിദ്ധാന്തം വിവരിക്കുന്നു അല്ലെങ്കിൽ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് എംപിരിസിസം എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അത് പ്യുവർ യുക്തി, പ്യുവർ ലോജിക്ക് കൊണ്ട് മാത്രം നമുക്ക് ലോകത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. യുക്തിഭദ്രമായ സിദ്ധാന്തങ്ങളോടൊപ്പം എംപിരിക്കലായിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങളോടെ നമ്മളെ അനുഭവങ്ങളെ എത്ര നന്നായിട്ട് വിവരിക്കുന്നു എന്നുകൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സയൻസിൻ്റെ മെത്തഡോളജിയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ സിദ്ധാന്തം ലോകത്തെ വിവരിക്കുന്നുണ്ടോ അല്ലെ വിശദീകരിക്കുന്നതിന് പര്യാപ്തമാണോ എന്ന് മാത്രമല്ല, അതിനേക്കാളും മികച്ച രീതിയിൽ വേറെ ഏതെങ്കിലും സിദ്ധാന്തം ലോകത്തെ വിവരിക്കുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കുകയാണ്. അതായത് ഒരേ ക്ലാസ് ഓഫ് പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്ന അനേകം സിദ്ധാന്തങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ലോജിക്കലി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അനേകം സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കാം. അതിലേതാണ് കൂടുതൽ നന്നായിട്ട് ലോകത്തെ വിശദീകരിക്കുന്നത് എന്ന കാര്യം നോക്കിയിട്ടാണ് നമ്മൾ മികച്ച തിയറിയിലേക്ക് എത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി നമ്മുടെ പ്രപഞ്ച പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ ആവശ്യമുണ്ട് എന്നൊരു ക്ലാസ് ഓഫ് സിദ്ധാന്തങ്ങൾ എടുക്കാം. നാച്ചുറലിസത്തിന് കീഴിൽ വരുന്ന വേറെ ക്ലാസ് ഓഫ് സിദ്ധാന്തങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രയർ പ്രോബിലിറ്റിയുടെ കാര്യം മാറ്റിവെച്ചാൽ തന്നെ നാച്ചുറലിസത്തിന് കീഴിൽ വരുന്ന സിദ്ധാന്തങ്ങളാണ് ലോകത്തെ പ്രതിഭാസങ്ങളെ കൂടുതൽ നന്നായിട്ട് വിശദീകരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് വേറെ ഇത് പറഞ്ഞ തെളിവുകൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റാണ്, വളരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റാണെന്ന് കാണാൻ കഴിയും. ഈ ആർഗ്യുമെൻറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കുന്നത് പക്ഷേ അത്തരം ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് തെളിവുകൾ നയിക്കുന്നത് നിരീശ്വരവാദത്തിലേക്ക് എന്ന് പറഞ്ഞ് വിഗ്നു പ്രകാശിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞാൻ കണ്ടിരുന്നു. ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൽ നടന്നതാണ്, യൂട്യൂബിലുണ്ട്. അതിൽ ഈ ഒരു ആർഗ്യുമെൻറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ശാസ്ത്രം യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും നയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്.
ഓക്കെ, ഈ മെത്തഡോളജി അപ്ലൈ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മതി. എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സയൻസിൻ്റെ മെത്തഡോളജി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായും അത് നിരീശ്വരവാദത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. പക്ഷേ സയൻസ് പഠിച്ചതുകൊണ്ട് മാത്രം യുക്തിവാദത്തിലേക്ക് നിരീശ്വരവാദത്തിലേക്ക് എത്തുകയും ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. കാരണം ഒന്നാമത് സയൻസ് നമ്മൾ കുറേ ഫാക്ട്സിൻ്റെ കളക്ഷനായിട്ടാണ് പഠിക്കുന്നത്. രണ്ടാമത് ഈ മെത്തഡോളജി പഠിച്ചാൽ തന്നെ, പൊതുവെ പഠിച്ചാൽ തന്നെ അതെല്ലാ കാര്യത്തിലും നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിലോ അല്ലെ വേറെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യും. നമ്മുടെ ലാബോറട്ടറിയിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യും. അവിടെ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ സയൻറ്റിഫിക് മെത്തേഡ് അവിടെ വെച്ചിട്ട് വരും. ഈ രീതിയിലാണെങ്കിൽ അതിലേക്ക് എത്തില്ല. അപ്പോൾ എത്താതിരിക്കാൻ കൂടുതൽ സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ സയൻസിൻ്റെ മെത്തഡോളജി വളരെ മികച്ചതാണെന്ന് നമുക്കറിയാം. ആ മെത്തഡോളജി ഉപയോഗിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിരീശ്വരവാദത്തിലേക്ക് എത്തും. പക്ഷേ സയൻസ് പഠനം കൊണ്ട് മാത്രം എത്തുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവം അങ്ങനെ എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നോക്കുകയാണെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് പൂജ നടത്തുന്നതായിരിക്കും നമ്മളിപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം സയൻസ് കുറേയൊക്കെ പഠിച്ചിട്ടും അവർ ആ രീതിയിലുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെ, അവർ പഠിച്ച കാര്യങ്ങൾ മതപരമായിട്ടുള്ള ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആൾക്ക് കൈമാറുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലളിതമായിട്ട് ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ശാസ്ത്രജ്ഞാനം അല്ലെങ്കിൽ ശാസ്ത്ര വിദ്യാഭ്യാസം യുക്തിവാദത്തിനോ അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങിനോ സഹായിക്കുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചർച്ച മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനം യുക്തിവാദത്തെ, യുക്തിചിന്തയെ, റാഷണൽ തിങ്കിങ്ങിനെ സഹായിക്കും. പക്ഷേ ഒരാൾ കൂടുതൽ ശാസ്ത്രം പഠിച്ചതുകൊണ്ടോ അങ്ങനെ ഒരു 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 കൂടുതൽ നോളജ് ഉണ്ടാക്കിയത് കൊണ്ടോ എസൻഷ്യലി യുക്തിവാദിയാകാൻ പറ്റണമെന്നില്ല. പക്ഷെ സഹായിക്കും എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താ സഹായിക്കുക എന്ന് പറയാൻ പറ്റുന്ന കാരണം എന്താ? സയൻസ് നേരത്തെ ഇവിടെ സാബു സാറും ഒക്കെ പറഞ്ഞ പോലെ സയൻസിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മതത്തിനെതിരെ അല്ലെ മതത്തിനെ ഒഴിവാക്കുക, ദൈവത്തിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലുണ്ടാക്കിയല്ല സയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നമ്മൾ ഈ പ്രപഞ്ചത്തിനെ കാണുന്നത് എത്രത്തോളം നന്നായിട്ട് ഈ പ്രപഞ്ചത്തിലെയും മറ്റുള്ള പ്രപഞ്ചത്തിൽ ഉള്ള പ്രതിഭാസങ്ങളെയും വിവരിക്കാൻ കഴിയുമെന്ന് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിൽ ആദ്യമൊക്കെ നമ്മൾ കഥകളായിരുന്നു, തോന്നലുകളായിരുന്നു, അനുഭവങ്ങളായിരുന്നു, ഫിലോസഫികളുണ്ടായി. പിന്നീട് വർഷങ്ങൾ, ഒരു 10-200 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഒരു അനാലിസിസ് മെത്തേഡ് എന്നുള്ള നിലയിൽ തെളിവുകളും പരീക്ഷണങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മളുണ്ടാക്കി. ആ മെത്തേഡാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസിൻ്റെ ഒരു ഉദ്ദേശമൊന്നും ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ആ മെത്തേഡിലൂടെ ദൈവത്തിനെയും നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന പോലെ ദൈവത്തിനെയും അതിലെ ഒരു വേരിയബിളായി വെച്ച് കഴിയുമ്പോൾ ദൈവം ഇറലവൻ്റായിപ്പോയി എന്നുള്ളതാണ് സത്യം. കാരണം ദൈവത്തിനെ മാറ്റി നിർത്തി വളരെ വ്യക്തമായും, അതായത് ആവർത്തിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പരീക്ഷണങ്ങളും ഒക്കെ ദൈവത്തിനെ മാറ്റി നിർത്തി നമുക്ക് ഈ പ്രപഞ്ചത്തിനെ വിശദീകരിക്കാൻ കഴിയും. അതാണ് സയൻസ് കൊണ്ടുവന്ന ഒരു മുന്നേറ്റം. അപ്പോൾ ആ മെത്തഡോളജിയിൽ എന്തൊക്കെയാണ് നമ്മൾ പിൻപറ്റിയത്? എന്തായിരുന്നു ഫിലോസഫിയുമായിട്ടും മറ്റുള്ള ഇതുമായിട്ടുള്ള വ്യത്യാസം? കാരണം നമ്മൾ ഒരു തിയറി ഉണ്ടാക്കുക, അതിന് പ്രോബബിളായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുക, എവിഡൻസ് കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള. അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അന്വേഷണ ത്വരയും അതെല്ലാം കൂടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഫലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഒരു ക്ലാസ്സിൽ നമ്മളൊരു 10 കുട്ടികളുണ്ടെങ്കിൽ ആ 10 കുട്ടികളും ഒരു പക്ഷേ പഠനത്തിൻ്റെ നിലവാരം നമ്മൾ അളക്കുകയാണെങ്കിൽ 10 തരത്തിലായിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്കൊരു 1, 2, 3 അങ്ങനെ ഇരിക്കുന്നത്. അല്ലെ എല്ലാവർക്കും ഒരേ റാങ്ക് കിട്ടിയേനെ. അപ്പം നമുക്ക് ഇൻഹറൻ്റായിട്ട് നമുക്ക് ഓരോ വ്യക്തികൾക്കും തലച്ചോറ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു രോഗമുള്ള, അതൊരു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. ആ രോഗമുള്ള ഒരാൾ എത്ര തന്നെ സയൻറ്റിസ്റ്റും എത്ര തന്നെ സയൻറ്റിഫിക് മെത്തേഡ്സ് അറിയാവുന്നതും പരീക്ഷിക്കുന്നതും ഒരാളായാലും അയാൾക്ക് ഈ അതീന്ദ്രിയമായ ചിന്തകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല സയൻറ്റിസ്റ്റുകളും വലിയ എഴുത്തുകാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരുടെ ഒന്നും പ്രശ്നം സയൻസ് പഠിക്കാത്തതല്ല. സയൻസ് പഠിച്ചാൽ തന്നെ അവരുടെ തലച്ചോറ് അതിനോട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പം ഓരോ വ്യക്തികളും വ്യത്യാസമാണ്. സയൻസ് പഠനം കൊണ്ട് മാത്രം ഒരു പക്ഷേ സമൂഹത്തിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാരെ യുക്തിവാദികളാക്കാൻ പറ്റിയേക്കും, ഒരു 20%, 10%. കാരണം അവർ സ്വാഭാവികമായിട്ടും അന്വേഷണ ചോദനയും ഇതൊക്കെ ഉള്ളവരാണ്.
അവരൊരു ചെറിയൊരു എക്സെപ്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം ഒരു പ്രവർത്തനവും ഒരു ഇതും നടത്തിയില്ലെങ്കിലും ചിലർ സ്വയം വായിച്ച് പഠിച്ച് സയൻസ് അറിഞ്ഞ് യുക്തിവാദത്തിലേക്ക് പോയിട്ടുള്ളവരെ നമുക്കറിയാം. കേട്ട് പഠിച്ചിട്ടും അങ്ങനെയൊന്നുമല്ല, അന്വേഷണ ത്വര കൊണ്ടുള്ളതാണ്. മറ്റുള്ളവർ ചിലപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു നിങ്ങൾക്കൊരു ശാരീരികമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ യു ആർ ഹെൽപ്ലെസ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാമൂഹികമായിട്ടും ഒക്കെയുള്ള ഇത് ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള പശ്ചാത്തലവും ഒക്കെ ഒരാളുടെ മതവിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ, അത് എവിഡൻസ് വെച്ചിട്ട് അതിനെ റിജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കും അവരുടെ കൊഗ്നിറ്റീവായിട്ടുള്ള അവരുടെ ചിന്താശക്തി വെച്ചിട്ട്. പക്ഷേ നമ്മൾ ചരിത്രമൊക്കെ ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ചരിത്രമൊക്കെ നോക്കി അറിയാം. ഒരേ സയൻസ് ഏകദേശം ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാ രാജ്യത്തും ഒരേ സമയത്തിലല്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു സമയം അറിയാം. അത് പിന്നെ യൂറോപ്പിലും ഒക്കെ ഇൻഡസ്ട്രിയലൈസേഷനിലും ഒക്കെ വന്നത്. അപ്പോൾ സയൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഒരു രാജ്യങ്ങളിൽ പൊതുജനത നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പൊക്കെ കുറച്ചുകൂടെ ജനാധിപത്യപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഒക്കെ മുന്നോട്ട് വന്നതായിട്ടും അവർ പയ്യെ ഇത്തരത്തിലുള്ള ഡോഗ്മകളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ടും കാണാം. അതിൽ സയൻസ് ഒരു പാർട്ടാണ് തീർച്ചയായിട്ടും. പക്ഷേ സയൻസ് മാത്രമല്ലെന്ന് നമുക്കറിയാം. അവർ ആ ജനത കടന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, ആ സാമൂഹിക അസമത്വങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം വരെ അവർക്ക് മതത്തിന് പുറത്തേക്ക് വരാനൊരു കാരണമായിട്ടുണ്ട്. പക്ഷേ ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ നിങ്ങൾ നോക്കി അറിയാം, മതം അപ്പോഴും അവിടെ ഒരു കോ എക്സിസ്റ്റൻസ് ആണ്. കാരണം മനുഷ്യർക്ക് തീർച്ചയായിട്ടും അങ്ങനെ കഴിയും. കാരണം ബ്രെയിനകത്ത് എപ്പോഴും ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ അറിവുകളെ വർഗീകരിച്ച് മാറ്റി നിർത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചില വ്യക്തികൾക്ക് നല്ല ഭംഗിയായിട്ട് സയൻസും അതിൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് ഒരു ശല്യവും കൂടാതെ ദൈവത്തിനെ പ്രതിഷ്ഠിക്കാനും പറ്റും. അവർ ചിലപ്പോൾ അവരുടെ വർക്കിൽ അത് ഇൻവോൾവ് ചെയ്യുന്നില്ലായിരിക്കാം. അതായത് ഒരു ISROയിലെ കുറേ ശാസ്ത്രജ്ഞർ കൃത്യമായിട്ട് റിസർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ റോക്കറ്റ് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ ലാസ്റ്റിൽ കൊണ്ടൊരു തേങ്ങ അടയ്ക്കും. അങ്ങനെയുള്ളൊരു കാര്യമില്ല. അവർ പക്ഷേ ആ വർക്കിൽ എവിടെയെങ്കിലും അവർ ദൈവത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റോക്കറ്റ് എന്തായാലും പോകില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു നിലപാടും ഇത് ഇങ്ങനെ തന്നെയാണ്. സയൻസ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. പക്ഷേ സയൻസിൻ്റെ ഉദ്ദേശവും യുക്തിവാദത്തെ, അതായത് ദൈവത്തിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പലതരത്തിലുള്ള സാമൂഹികമായ വ്യക്തിപരമായ കാരണങ്ങളെ ആശ്രയിച്ചിരിക്കും എങ്ങനെയാണ് സയൻസ് ലേണിംഗ് ഒരാളെ ബാധിക്കുക എന്നുള്ളത്. നമുക്കിനി ബാക്കി ചർച്ചയിലോട്ട് കിടക്കാം. ഇതിന് അനുബന്ധമായിട്ട് തന്നെയാണ് പറയാനുള്ളത്. ഈ യുക്തിവാദത്തെ അല്ലെങ്കിൽ ഈ റാഷണലിസത്തെ സയൻസിൻ്റെ ഭാഷയിൽ അത് എവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഇതൊരു സ്യൂഡോ സയൻസ് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യുക്തിവാദം ഡീൽ ചെയ്യുന്ന മേഖലകൾ സയൻസിൻ്റെ വിഷയമല്ലാതായി മാറുകയാണ്, അല്ലാത്തതാണ്. അപ്പോൾ സയൻസ് പഠിച്ചത് കൊണ്ട് അല്ല ഒരാൾ യുക്തിവാദിയാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ സഹായിച്ചേക്കാം. ഒരുപക്ഷെ തീരെ സയൻസ് പഠിക്കാത്ത ഒരാൾക്കും അയാളുടെ ഭാഷയിൽ അയാൾ യുക്തിവാദി എന്ന് അവകാശപ്പെട്ടേക്കാം. അത് എത്രത്തോളം യുക്തിപരമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് സയൻസിൻ്റെ ഒരു പല കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. യൂണിവേഴ്സിൻ്റെ ഒരു വലിയ ലോകത്തിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ആൻസറുകളൊക്കെ ഒരു ബിലോ 5% വെച്ച് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. 95% നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കണ്ടെത്തില്ല എന്നല്ല, അതിന് ചില സൊല്യൂഷൻസ്, സജഷൻസ്, ചില കാൻഡിഡേറ്റ്സിനെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് സയൻസ്, ചില തിയറീസൊക്കെ. പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ ഒരു കേവല യുക്തി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വരും. ഒരു അതിസമമിതി പോലെയുള്ള സിദ്ധാന്തങ്ങൾ വെച്ചിട്ട് ഒരു പ്രപഞ്ചത്തിൻ്റെ ഈ ഘടനയെക്കുറിച്ച്, അല്ലെ പ്രപഞ്ചങ്ങളുടെ ഘടനയെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതില്ലാതെ തന്നെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡ് മാനക മാതൃകകൾ നമുക്കുണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ സയൻസിൽ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചില മാനക മാതൃകകൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അവിചാരിതമായിട്ടല്ല നമ്മൾ ദൈവഗണത്തെ കണ്ടെത്തിയത്, ഇടിച്ച് കണ്ടെത്തിയതല്ല, ഇടിപ്പിച്ച് കണ്ടെത്തിയതാണ്. ഒരു സിദ്ധാന്തം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് ഈ പറയുന്ന സയൻസ് പഠിച്ചതും പഠിക്കാത്തതുമായ യുക്തിവാദം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നത്. മഹാവിസ്ഫോടനത്തെ
സയൻസ് കമ്മ്യൂണിറ്റി അവതരിപ്പിച്ചതാണ് മഹാവിസ്ഫോടനം എന്നൊരു സാധ്യതയെക്കുറിച്ച്. പക്ഷേ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി വരുമ്പോൾ മഹാവിസ്ഫോടനം സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടത്തേക്കാൾ പ്ലാങ്ക് ലെങ്ത്തിനേക്കാൾ കുറഞ്ഞൊരവസ്ഥ ഒരിക്കലും ശരിയാവില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ മഹാവിസ്ഫോടനം എന്ന് പറയുന്ന ആ ഒരു പരികല്പന, ഒരു കൺസെപ്റ്റ്, തിയറി, അത് കൂട്ടിച്ചേർക്കൽ വരുത്തേണ്ടതായിരിക്കും, അല്ലെങ്കിൽ തിരുത്തി എഴുതലുകൾ വരുത്തേണ്ടതാണ്. അപ്പോൾ ഇന്ന് പറയുമ്പോൾ ഇപ്പോൾ സയൻസ് കമ്മ്യൂണിറ്റി എങ്ങനെ മാറാൻ പറ്റും? അപ്പോൾ ഈ മാറുന്നതനുസരിച്ച് യുക്തിവാദം സയൻസിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ യുക്തിവാദത്തെക്കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്യുവർ ലോജിക്ക് എന്ന് പറയുന്ന വർക്ക് ചെയ്യില്ല. നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടാൻ ശുദ്ധയുക്തി, ചാരുകസേരയിലിരുന്ന് യുക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് കാരണം യുക്തിബദ്ധരായിട്ടുള്ള അനേകം തിയറികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ലോകത്തുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന തിയറി ഏതാണെന്ന് അറിയണമെങ്കിൽ പുറത്തു പോയി എക്സ്പെരിമെൻറ്റ്സ് നടത്തി നോക്കണം. ഇതുപോലുള്ള കൂട്ടിയിടികളൊക്കെ നടത്തി നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പലപ്പോഴും യുക്തിവാദത്തിൽ കാണുന്ന ഒരു ചെറിയ പ്രശ്നം, സയൻസ് വിഷയങ്ങളിൽ ഒഴികെയുള്ള കാര്യങ്ങളിൽ ഒരു പ്യുവർ യുക്തി, ശുദ്ധയുക്തി അല്ലെ കേവല യുക്തി എന്നുള്ള രീതിയിലേക്ക് വഴുതി വീഴുന്ന കാണാറുണ്ട്. അതായത് കേവലയുക്തി ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സയൻസിൻ്റെ മെത്തഡോളജി ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് സാമൂഹിക വിഷയങ്ങളിലാണ് ഈ പ്രവണത കാണുന്നത്. സാമൂഹിക വിഷയത്തിൽ പലപ്പോഴും യുക്തിവാദ സദസ്സുകളിൽ കാണുന്ന പല ടോക്കുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളതല്ല, പ്യുവർ ലോജിക്. അപ്പോൾ പറയുന്നത് ലോജിക്കലായിരിക്കും, പക്ഷെ അവർ പറയുന്ന പ്രിമിസസ് നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥത്തിലുള്ള സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ള അന്വേഷണമില്ല, അതിനെ സ്വാധീനിക്കുന്ന വേറെ ഘടകങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണവുമില്ല. അപ്പോൾ അവിടെ ഈ സയൻസിൻ്റെ രീതിശാസ്ത്രം ഉപയോഗിക്കാത്തപ്പോൾ അതൊരു കേവല യുക്തിവാദമായിട്ട് പലപ്പോഴും വഴുതി വീഴുന്ന കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി യുക്തിവാദം എന്നുള്ള യഥാർത്ഥത്തിലുള്ള സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ആവണം എന്ന് നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ചർച്ചയിലോട്ട് സദസ്സുമായിട്ട് ചർച്ച ചെയ്യാൻ തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ സയൻസിന് യുക്തിവാദമൊന്നും ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സയൻസ് യുക്തിപരമാണ്. അപ്പോൾ യുക്തിവാദികൾക്കാണ് സയൻസിനെ ആവശ്യം, യുക്തി ചിന്തയ്ക്കാണ് സയൻസിനെ ആവശ്യം ഒരു ആസ് എ ടൂൾ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതം ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് അത് വെച്ചാൽ മതം ഒരു വിശ്വാസിയാകാനുള്ള കൂടുതൽ സാധ്യതയുള്ള മനസ്സുകൊണ്ട് തന്നെയാണ് കൂടുതലും പേരും ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ നമുക്ക് എവല്യൂഷനൊക്കെ പഠിച്ചവർക്കും വായിച്ചവർക്കും കൃത്യമായിട്ട് അറിയാം. നമുക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ ചിന്തയുടെ പിൻബലം നമ്മുടെ എവല്യൂഷനിൽ എപ്പോഴും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു പക്ഷേ സയൻസും യുക്തിവാദവും ഈ ഒരു പഠനം കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ശക്തിയുടെയോ ഇതിലല്ല ഈ ലോകം മുന്നോട്ട് പോകുന്നത്. എങ്കിലും നേരത്തെ പറഞ്ഞ അതേ പ്രശ്നങ്ങളുള്ളത് തന്നെ പല മനുഷ്യർക്കും ഇതിൽ നിന്ന് പുറത്ത് ചാടാനും പുറത്തേക്ക് വരാനും ചിന്തിക്കാനുമുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ ഉണ്ടാവണമെന്നില്ല. ആ ധൈര്യവും കോൺഫിഡൻസും വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം സമയം മാറുന്നതിനനുസരിച്ച്, അതായത് കാലഘട്ടം മാറുന്നതിന് സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് മതം പയ്യെ സയൻസിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അവരുടെ വിശ്വാസങ്ങളും അതായത് സംശയാലുക്കളായിട്ടുള്ള വിശ്വാസികളുടെ മനസ്സിൽ ഈ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി സയൻസിൻ്റെ ധാരാളം ടൂളുകൾ ഇറങ്ങുന്നുണ്ട്, ധാരാളം വകഭേദങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന പലപ്പോഴും യോഗയൊക്കെ വളരെ ഇതായിട്ട് പുതിയ പൗഡർ ഇട്ടിച്ച് ഇറക്കുന്നതും. എന്തിനു പറയുന്നു, അതിനു മുമ്പ് തന്നെ ഈ മതം വിമർശിച്ചാലും ആൾക്കാർ വിടാത്ത ഒരു സാധനമായിരുന്നു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി ഇപ്പം പേര് മാറ്റി മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ സാധനം കുറച്ചുകൂടെ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇറക്കുന്നുണ്ട്. അപ്പം മതം അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ധാരാളമായിട്ട് സയൻസിനെ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ശരിക്കും യുക്തിവാദികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂൾ സയൻസാണ്. അപ്പോൾ അതിൽ നമുക്ക് വസ്തുനിഷ്ഠമായിട്ടും തെളിവുകൾ നിരത്തിയും ഈ ഒരു തർക്കങ്ങളിലും വീണ്ടും ഈ സംശയത്തിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാനും വിശ്വാസത്തിന് പുറത്തേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞേക്കാം. അതേപോലെ തന്നെ അപ്പോൾ ഞാൻ പൊതുവെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പം തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങളെ തീരുമാനിക്കുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കാവുന്ന രീതിയിലൊരു ഡൈല്യൂട്ട് ചെയ്യപ്പെട്ട വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ എതിർ ദിശയിൽ
ഒരു പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അതായത് ഈ സയൻസും ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസും പബ്ലിക്കിലോട്ട് വന്നേ പിന്നെ ഞാൻ കാണുന്നത് കൂടുതൽ തരത്തിലുള്ള പോളറൈസേഷനാണ്. അതായത് വളരെ മതവിശ്വാസമുള്ളവർ കൂടുതൽ മതവിശ്വാസികളായി മാറുകയും അതൊരു ഗ്രൂപ്പ് ആവുകയും പുറത്തു വരുന്നവർ അതൊരു ഗ്രൂപ്പ് ആവുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഗ്രൂപ്പ് ആവുമ്പോഴും സയൻസ് കൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ യുക്തി ചിന്ത ഉണ്ടാവണമെന്നില്ല. ഈ യുക്തിവാദികളായ ആൾക്കാർക്ക് എല്ലാ തരത്തിലും ഈ നേരത്തെ പറഞ്ഞല്ല ഈ ചില ഡിസ്കഷനിലൊക്കെ ആയിരിക്കും ഭയങ്കര യുക്തിയും തെളിവും പറയുന്നത്. അല്ലാതുള്ള പേഴ്സണൽ ഇൻട്രാക്ഷനിലൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഫാക്ടർ ആവാൻ കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ യുക്തിവാദികൾക്കും പുതിയ റാഷണൽ ചിന്താഗതിക്കും സയൻസിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ആണ് എനിക്ക് അഡീഷണലായിട്ട് പറയാനുള്ളത്. ആയിട്ട് അനുബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം സയൻസ്, ഇപ്പം മതം, അത് ശാസ്ത്രത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തരുന്നതിനൊപ്പം ഒരു ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു സംഹിത എന്നുള്ളൊരു റോൾ കൂടെ അതിനുണ്ടല്ലോ. സയൻസിൻ്റെ ഡൊമൈനാണോ അത്? അത് നമുക്ക് സയൻറ്റിഫിക്കലി ഇന്ന കാര്യമാണ് ധാർമ്മികമായി ബെറ്റർ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അത് നിങ്ങളുടെ 3 പേരുടെയും അതിനെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവർക്കും പറയാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങാം. ഒന്നാമത് ഞാൻ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ സയൻസ് എക്സ്പ്ലെയിൻ ഹൗ തിങ്സ് വർക്ക്സ്. ഇതിപ്പോൾ ദൈവം ഇല്ലയോ ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അതിനൊക്കെ വേണമെങ്കിൽ ഒരു ഉദാഹരണം, അത് ഹൗ എന്നുള്ളതാണ് പ്രധാനമായിട്ട് അത് പലപ്പോഴും വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഇതേ ചോദ്യം എനിക്ക് വേണമെങ്കിൽ സയൻസ് പരമായിട്ട് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. അതായത് എന്തുകൊണ്ട് മനുഷ്യർ വിശ്വാസിയാവുന്നു, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരു ഉത്തരം തരാൻ പറ്റും. അല്ലെങ്കിൽ അതതിൻ്റെ ഒരു ഉദ്ദേശമല്ല എന്നാണ് അതിൻ്റെ ഒരു അവസാനത്തിൽ ആഡ് ചെയ്യാനുണ്ടോ? ഞാനത് തന്നെയാണ് ചോദിക്കുന്നത്. ഹൗ സ്റ്റഫ് വർക്ക്സ്, എങ്ങനെയാണ് സ്റ്റഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വൈ സ്റ്റഫ് വർക്ക്സ് എന്നല്ല, അല്ല വെൻ സ്റ്റഫ് വർക്ക്സ് എന്നല്ല, എന്നാൽ തീർച്ചയായും ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. സയൻസ് ടാർഗറ്റ് ചെയ്യുന്ന ഹൗ സ്റ്റഫ് വർക്ക്സ് എന്നാണ്, പ്രതിഭാസങ്ങളെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് യുക്തിഭദ്രമായ രീതിയിൽ. എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യം ആണ് പ്രധാനമായിട്ടും. അതായത് സയൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അസംഷൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് മോറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കൺക്ലൂഷനിലെത്താൻ കഴിയില്ല. സയൻസ് ഇവർ പറഞ്ഞ പോലെ ഈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഹൗ തിങ്സ് ആർ. ഓട്ട് ടു, യു കനോട്ട് ഡിറൈവ് ആൻ ഓട്ട് ടു ഫ്രം ഈസ് എന്ന് പറയും. അതായത് മൊറാലിറ്റി പോലുള്ള വിഷയങ്ങളിൽ സയൻസിന് ആവശ്യമായിട്ടുള്ള അസംഷൻസ് മാത്രം പോരാ. നമുക്ക് തീർച്ചയായിട്ടും യുക്തിപരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം, അതിനെക്കുറിച്ച് ഫിലോസോഫിക്കലായിട്ടുള്ള തിയറികളുണ്ട്. പക്ഷേ അത് കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സയൻസിന് ആവശ്യമായിട്ടുള്ള അസംഷൻസിനേക്കാളും കുറച്ച് കൂടുതൽ അസംഷൻസും കൂടെ ആവശ്യമാണ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്സ് നമ്മൾ വേറെ കുറച്ചും കൂടെ ആവശ്യമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്കും അതിനോട് ഒരു കാര്യം പറയാനുള്ളത് ശരിയാണ്. നമ്മളിപ്പം സാമൂഹികമായിട്ടുള്ള പല വിഷയങ്ങളിലും കൃത്യമായ ശാസ്ത്രീയ നിലപാടോടുകൂടി അതിലൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അപകടം വരാൻ തന്നെ അതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു തെളിവുകൾ മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരു ജീവിയല്ല, ഒരു സാമൂഹ്യ ജീവിയാണ്. അവന് പല ഇമോഷൻസ് ഉണ്ട്, അവന് പല ബയാസസുകളുണ്ട്. ഇതിനെയൊക്കെ മൊത്തത്തിലൊരു അനാലിസിസ് നടത്താൻ സയൻസിനെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷേ ഒരു സൊല്യൂഷൻ എപ്പോഴും അങ്ങനെ തരണമെന്നില്ല. കാരണം ഇറ്റ്സ് കോംപ്ലക്സ് എന്നാണ് എൻ്റെ ഒരു. നമസ്കാരം. ഈ നമ്മുടെ സയൻസ് പഠിക്കുന്ന പോലെ തന്നെ ഫിലോസഫി ഓഫ് സയൻസും പഠിക്കുന്നത് എന്തുമാത്രം ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക് ഈ കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കാൻ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ നമുക്കത് വെച്ച് കുറച്ചും കൂടി ബെറ്ററായ തിയറികൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിലൊരു സബ്ജക്റ്റും താഴെ വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ സബ്ജക്റ്റും പഠിക്കണം. എല്ലാ കാര്യം ഇപ്പം മതവും പഠിച്ചാണ് നമ്മളൊക്കെ മതത്തിൻ്റെ പുറത്തൊരു സമയത്ത് വന്നത്. ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇത് ഒരു സാമൂഹ്യമായിട്ടുള്ള വിഷയമൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ഫിലോസഫിക്ക് മാത്രമായിട്ടോ സയൻസിന് മാത്രമായിട്ടോ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിലോസഫി സംടൈംസ് ഹെൽപ്സ്. പക്ഷേ ഫിലോസഫിയെക്കാളിലും അറിവ് നേടാനും ഒരു കാര്യത്തിനെ മനസ്സിലാക്കാനും അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ മെത്തേഡ് സയൻറ്റിഫിക് മെത്തേഡാണ്. പക്ഷേ ചില കാര്യങ്ങൾ, ഈ സാമൂഹികമായിട്ടുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഫിലോസഫിയൊക്കെ ഹെൽപ്പ് ചെയ്തേക്കും. അത്തരത്തിലുള്ള കൺസെപ്റ്റുകളെന്ന് എനിക്ക് തോന്നുന്നു, സയൻസ് പ്ലസ് ഫിലോസഫി എന്നുള്ള രീതിയിൽ. അത് നിങ്ങൾ ഏത് അളവിലെടുക്കുന്നു, എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ സയൻസിൻ്റെ ഫിലോസഫി ഓഫ് സയൻസ് പോലുള്ള മേഖലകൾ വളരെ പ്രധാനമാണെന്നുള്ളതാണ്. സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അത് അത്ര പ്രധാനം ആവണമെന്നില്ല. അതായത് സയൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഫിലോസഫി ഓഫ് സയൻസ് ചെയ്യുന്നത്. പക്ഷേ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഫിലോസഫി ഓഫ് സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം സയൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ
ട്രൂത്ത്സിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത് ആ മോഡലിൽ നമ്മുടെ തിങ്കിങ് പരുവപ്പെടുത്താൻ നമ്മളെ സഹായിക്കും, മാറ്റിയെടുക്കാൻ സഹായിക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ ഫിലോസഫി ഓഫ് സയൻസ് പ്രധാനമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സയൻസിൻ്റെ മെത്തഡോളജിയെക്കുറിച്ച് തന്നെ പറഞ്ഞു തന്നെ ശരിക്കും സയൻസിൻ്റെ പുറത്താണ്. ആസ് സച്ച് സയൻസ് അല്ല സയൻസിൻ്റെ മെത്തഡോളജി എന്താണെന്ന് പറയുന്നത്. ഈവൻ ദോ ഇറ്റ് ഹാസ് എ മെത്തഡോളജി, ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സയൻസിൻ്റെ ഫിലോസഫി പഠിക്കുമ്പോഴാണ്. എങ്ങനെയാണ് തിയറികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, ഒരേ ക്ലാസ് ഓഫ് ഫിനോമിന ഇവയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന തിയറികളെ നമ്മൾ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഫിലോസഫി ഓഫ് സയൻസിൽ നിന്നാണ്. പക്ഷേ ഫിലോസഫി ഓഫ് സയൻസ് പഠിക്കുന്നത് സയൻസിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ്, ആ രീതിയിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാം. സാമൂഹിക വിഷയങ്ങളിൽ എങ്ങനെയാണ് സയൻസ് പ്രസക്തമാകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിലും അവിടെയും ഈ മെത്തഡോളജിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല രീതികളുണ്ട്. അതിലൊന്ന് കൺസെൻസസ് പൊസിഷൻ എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അത് കാലങ്ങളായിട്ട് ഒരേ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അവിടെയുള്ള കൺസെൻസസ് പൊസിഷൻ എന്താണെന്ന് നോക്കുകയാണ്. ഇപ്പോൾ സയൻറ്റിഫിക് മെത്തേഡിൽ ഒരു പുതിയ അറിവ് നിർമ്മിക്കുന്നതിൽ കൺസെൻസസ് നിർമ്മിച്ച് വേണം മുന്നോട്ട് പോകാൻ. കൺസെൻസസ് വ്യൂ പോയിൻറ്റിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അതിന് വിമർശനത്തിന് വിട്ടുകൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. പിയർ റിവ്യൂ എന്ന് പറയും. അങ്ങനെ വിമർശനങ്ങളെ അതിജീവിച്ച് ഇത് മുന്നോട്ട് വരികയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ തെളിവുകൾ അതിനനുകൂലമാണെങ്കിൽ പുതിയൊരു കൺസെൻസസ് പൊസിഷനിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ സയൻസിൽ മാത്രമല്ല ഏതൊരു അക്കാഡമിക് ഫീൽഡിലും ഈ ഒരു മെത്തേഡിലാണ് മുന്നോട്ട് പോകുമ്പോൾ, സാമൂഹിക വിഷയങ്ങളിലാണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യുക്തിവാദ സദസ്സുകളിലെ സാമൂഹിക വിഷയം പറയുമ്പോൾ പലപ്പോഴും ഈ ഒരു കാര്യം നോക്കാറില്ല. അതായത് എന്താണ് കൺസെൻസസ് പൊസിഷൻ, നമ്മൾ പറയുന്ന ആശയങ്ങൾ കൺസെൻസസ് പൊസിഷന് വിരുദ്ധമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഫേസ്ബുക്കിൽ യൂട്യൂബിലുള്ള കമൻറ്റ് സെക്ഷനിലുള്ള കൺസെൻസസ് ആണ് എടുക്കുന്നത്. ആ കൺസെൻസസ് അല്ല ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുക. അതിന് അക്കാഡമിക് ലോകത്തെ കൺസെൻസസ് തന്നെ നമ്മൾ നോക്കണം. ഓക്കെ, ഞാൻ ഹരിദാസൻ. സുഹൃത്ത് മൈൻഡ്ഫുൾനെസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അത് ഫർദറാണ് പറയുന്നത്. കോൺഷ്യസ്നെസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നമ്മളെല്ലാവിടെയും കാണുന്നുണ്ടല്ലോ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺഷ്യസ്നെസ്. അപ്പോൾ ഞാനൊരു ലേഖനത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാബു ജോസഫിനെതിരെ കൂടുതൽ എന്തൊക്കെ പറയാൻ കഴിയുമെന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്താ യൂണിവേഴ്സൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ കോൺഷ്യസ്നെസ്സിനുള്ളൊക്കെ പറയുമ്പോൾ അതിനെ എവിടെ പോയി ബ്രേക്ക് ചെയ്യും, ഹൗ ടു ബ്രേക്ക് ഇൻ ടു ദാറ്റ് അറിയുന്നതൊക്കെ സംസാരിച്ചാൽ കൊള്ളാം. ഞാനൊരു വർഷങ്ങൾ മുമ്പാണ് ഒരു ടോക്കിൽ അത് സൂചിപ്പിച്ചായിരുന്നു. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെമായി ബന്ധപ്പെടുത്തി പറഞ്ഞാണ്. പക്ഷേ ഒരുപാട് അതിന് ഞാൻ ഉദ്ദേശിച്ച തലത്തിൽ നിന്നൊക്കെ മാറിപ്പോയി. എനിവേസ് അതിൽ ഒരു സമീപനമായിരുന്നു. മാത്തമാറ്റീഷ്യനാണ് റോജർ പെൻറോസ്, സർ റോജർ പെൻറോസ്. അദ്ദേഹത്തിൻ്റെ ഈ എംപറേഴ്സ് ന്യൂ മൈൻഡ്, ഷാഡോസ് ഓഫ് ദ മൈൻഡ് പോലെ ബുക്കിലൊക്കെ അദ്ദേഹത്തിന് ഈ ന്യൂറോൺസുമായി ബന്ധപ്പെടുത്തി ചില പഠനങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ അതിനാണ് സ്റ്റുവർട്ട് ഹാമറോഫ് എന്ന് പറയുന്ന അനസ്തേഷ്യോളജിസ്റ്റ് US-ലുള്ള. അപ്പോൾ ഇവർ രണ്ടാളും ചേർന്നൊരു അല്ലെങ്കിൽ ഒരു റിസർച്ച് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു പഠനം തന്നെ ഇവിടെ പറയാൻ പറ്റും. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ, OR എന്ന് പറഞ്ഞൊരു തിയറി, മേബി എ തിയറി അവതരിപ്പിക്കുകയുണ്ടായി. അത് ഈ ഫോൾസിഫിക്കേഷൻ്റെ എല്ലാ ഘട്ടങ്ങളും ഒരു 12 പോസ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു 8 ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറികടക്കാനായിട്ട് കഴിയുന്നതായിരിക്കണം. പക്ഷേ ഇങ്ങനെയുള്ളൊരു സിദ്ധാന്തങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ടേബിളിൻ്റെ മുകളിൽ വെച്ച് തെളിയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതൊരു പരികല്പനയായിട്ട് തന്നെ നിൽക്കുകയാണ്, ഒരു ബോധം എന്ന് പറഞ്ഞത്. പക്ഷേ മാക്സ് ബോണിൻ്റെ കാലം മുതൽ ഹൈസൻബർഗ് അങ്ങനെ പല ആൾക്കാരും ഈ ക്വാണ്ടം മെക്കാനിസ്റ്റുകളുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു അത്. എനിവേസ് ഇപ്പോഴും പൂച്ച, എൻ്റെ അഭിപ്രായത്തിൽ പൂച്ച അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹാഫ് ഡെഡ് ഹാഫ് എ ലൈഫ്. മൈ ആൻസർ ഈസ് ജസ്റ്റ് സ്മൈൽ. എനിക്കതിനോട് കൂട്ടിച്ചേർക്കാറുണ്ട്. ഇദ്ദേഹം മുൻപ് എനിക്ക് ടോക്കിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഈ സ്റ്റുവർട്ട് ഹാമറോഫിൻ്റെയും റോജർ പെൻറോസിൻ്റെയും ആശയങ്ങൾ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രസൻറ്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നിശിതമായിട്ട് വിമർശിച്ച ഒരാൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ആ വിമർശനമൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്.
കുറച്ച് കാലം മുൻപായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കൺസെൻസസ് പൊസിഷനില്ല, തികച്ചും സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് റോജർ പെൻറോസിൻ്റെ സിദ്ധാന്തങ്ങൾ ഈ കാര്യത്തിൽ തികച്ചും സ്പെക്കുലേറ്റീവാണ്. അത് റോജർ പെൻറോസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനി സ്റ്റുവാർട്ട് ഹാമറോഫിനെ പോലെ ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാകാത്ത ആൾക്കാർ റോജർ പെൻറോസിൻ്റെ സിദ്ധാന്തം എടുത്ത് അത് ശരിക്കും ഒരു കപടശാസ്ത്രം എന്നുള്ള നിലയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ സ്റ്റുവാർട്ട് ഹാമറോഫിൻ്റെ വാദങ്ങൾ പലതും കപടശാസ്ത്രത്തിൻ്റെ മേഖലയിൽ വരുന്നതാണ്. റോജർ പെൻറോസിൻ്റെ സ്പെക്കുലേറ്റീവ് ആണെങ്കിൽ സ്റ്റുവാർട്ട് ഹാമറോഫിൻ്റേത് കപടശാസ്ത്രം, തികച്ചും കപടശാസ്ത്രമാണെന്ന് കാണിക്കാവുന്ന മേഖലയിൽ വരുന്നതാണ്. ഇനി റോജർ പെൻറോസ് തന്നെ പറയുന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ കാര്യത്തിൽ ക്വാണ്ടം മെക്കാനിക്സിന് എന്തോ ഒരു അടിസ്ഥാനമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ്. പൊതുവെ ശാസ്ത്ര സമൂഹം ഗൗരവമായിട്ട് എടുക്കാത്ത ഈ ആർഗ്യുമെൻറ്റ്സ് തന്നെ, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻറ്റ്സിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വളരെ ലളിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് പറയാൻ ശ്രമിക്കും. അദ്ദേഹം പറയുന്നത് കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നോൺ കമ്പ്യൂട്ടേഷണലായിട്ട് എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ കഴിയുക, അൽഗോരിതമിക് അല്ലാത്തത് എന്തോ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൗതിക ലോകത്ത് അങ്ങനെ കമ്പ്യൂട്ടേഷൻ അല്ലാത്ത എന്തെങ്കിലും ആയിരിക്കാം കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗം. ഇപ്പോൾ ഭൗതിക ലോകത്ത് നമുക്കിന്ന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ, നമുക്ക് അറിയാവുന്ന നിയമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടേഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. ആകെ നമ്മുടെ അറിവിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ മെഷർമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് മുഴുവനായിട്ട് അതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കിന്നറിയില്ല. ഒരു കൺസെൻസസ് പൊസിഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സിദ്ധാന്തമാണ്, പക്ഷേ അതിൻ്റെ മർമ്മപ്രധാനമായൊരു ഭാഗത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൺസെൻസസ് ഇല്ല. അപ്പോൾ അവിടെ നമ്മുടെ അറിവിലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ അറിവിൻ്റെ ഗ്യാപ്പിലായിരിക്കാം നോൺ കമ്പ്യൂട്ടേഷണലായിട്ടുള്ള കാര്യമുള്ളത് റോജർ പെൻറോസ് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ ശരിക്കും നമുക്ക് കൺവിൻസിങ് അല്ല. ഒന്നാമത് നോൺ കമ്പ്യൂട്ടേഷൻ അല്ല എന്ന് പറയുന്നത് അത്ര കൺവിൻസിങ് അല്ല. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സൊക്കെ വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത് ക്വാണ്ടം മെക്കാനിക്സിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ട് എന്നുള്ളതും ഏറെക്കുറെ ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കോൺഷ്യസ്നെസ് മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ഇന്നുള്ള അവസ്ഥയിൽ സയൻസ് മനസ്സിലാക്കുന്നത്. കോൺഷ്യസ്നെസ് ഹാസ് ടു ഡു വിത്ത് ബ്രെയിൻ, കോൺഷ്യസ്നെസ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രെയിനിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഭാവിയിൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാൻ നമ്മളെ സഹായിക്കുക. ബ്രെയിൻ പോലുള്ളൊരു സിറ്റുവേഷനിൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രഭാവങ്ങൾ നിലനിൽക്കാനുള്ള സാഹചര്യം ഇല്ല. അതാണ് കൺസെൻസസ് പൊസിഷൻ. അത് അത്ര മൈക്രോസ്കോപ്പിക് ലോകത്ത് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് മതി. ഇത് കോൺഷ്യസ്നെസ് എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ അറിവനുസരിച്ച് ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടേഷണൽ കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ്. കാരണം ബ്രെയിനിൽ പെൻറോസ് ആവശ്യപ്പെടുന്ന പോലെ, പെൻറോസിൻ്റെ സിദ്ധാന്തം ആവശ്യപ്പെടുന്ന സ്കെയിൽസിൽ ക്വാണ്ടം പ്രഭാവങ്ങൾ എന്തായാലും നിലനിൽക്കില്ല എന്ന് നമുക്കിന്നറിയാം. അപ്പോൾ അത് തികച്ചും സ്പെക്കുലേറ്റീവാണ്. പക്ഷേ പെൻറോസ് അത് ചെയ്തത് ഏറെക്കുറെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. കൺസെൻസസ് പൊസിഷൻ സ്പെക്കുലേറ്റീവാണെന്ന് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ മിക്കവാറും കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നവരാണ്. സ്റ്റുവാർട്ട് ഹാമറോഫോ, ദീപക് ചോപ്രയോ എന്നിങ്ങനെ. അതുപോലെ കോൺഷ്യസ്നെസ് എന്നുള്ളതിന് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ മെഷർമെൻറ്റ് പ്രോബ്ലം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചൊരു അസംഷൻ യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അനേകം തിയറികളുണ്ട്. എന്താണ് മെഷർമെൻറ്റ് പ്രോബ്ലം, ക്വാണ്ടം മെക്കാനിക്സിൽ മെഷർമെൻറ്റ് പ്രോബ്ലം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അനേകം തിയറികളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മുഴുവനായിട്ട് അറിയാത്തതുകൊണ്ട് കോൺഷ്യസ്നെസ് എന്നുള്ളൊരു പുതിയ ഹൈപ്പോത്തിസിസ് അവിടെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുന്ന പോലെ കോൺഷ്യസ്നെസ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുന്നത് മുന്നോട്ട് വയ്ക്കാം. അതിൻ്റെ ആവശ്യമില്ല. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള വളരെ കൂടുതൽ എക്സ്പ്ലനേറ്ററി പവറുള്ള സിദ്ധാന്തങ്ങൾ നമ്മുടെ ടേബിളിലുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ശരിയാവാനായിരിക്കും സാധ്യത കൂടുതൽ. ഈ കോൺഷ്യസ്നെസ്സിനെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെടുന്ന ശരിയാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഒന്നാമത് അതിന് എക്സ്പ്ലനേറ്ററി പവറില്ല. നമുക്ക് അറിയാത്തൊരു കാര്യം ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. അതിനെ വിശദീകരിക്കാൻ നമുക്ക് ഒട്ടും അറിയാത്ത വേറൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധമുണ്ടാകാം. എനിക്കൊന്ന് പണ്ട് വൈശാഖൻ തമ്പിയായിരുന്നു ഇതിനെക്കുറിച്ച് തമാശയായിട്ട് പറഞ്ഞ്, നമുക്ക് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചൊന്നും അറിയില്ല, ക്വാണ്ടം മെക്കാനിക്സിലെ മെഷർമെൻറ്റ് പ്രോബ്ലത്തിനെ കുറിച്ചൊന്നും അറിയില്ല, ഇതിനെ രണ്ടിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്നാൽ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകാം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഇത് പോകുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ തിയറിയിൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അസംഷൻസും ഇന്ന് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതൊരു യഥാർത്ഥത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം ആയിരിക്കും. കാരണം സയൻസിൽ നമ്മൾ ഇന്ന് ആർജിച്ചെടുത്ത എല്ലാ അറിവുകൾക്കും വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അത്.
കോൺഷ്യസ്നെസ് ആണ് അവിടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എൻറ്റിറ്റി എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത്തരം പൊസിഷൻ യഥാർത്ഥത്തിൽ ഒരു കൺസെൻസസ് പൊസിഷൻ അല്ല, പ്യുവർലി സ്പെക്കുലേറ്റീവ് ആണ്. അത്തരം ഇതിൻ്റെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ക്വാണ്ടം മെക്കാനിക്സിനെ ഈ അവസ്ഥയിൽ ഇന്ന് ഉപയോഗിക്കുന്നത് കപടശാസ്ത്ര വിഭാഗം മാത്രമാണ്. ക്വാണ്ടം മെക്കാനിക്സിനെയും കോൺഷ്യസ്നെസ്സിനെയും ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതിൽ ഭൂരിഭാഗവും കപടശാസ്ത്രമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഐഡിയ ഇതാണ്. ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം കോൺഷ്യസ്നെസ്, ക്വാണ്ടം സോൾ എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. എന്തായാലും അത് കപടശാസ്ത്രമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് പറയാൻ ശ്രമിക്കുക എല്ലാവരും. നമ്മൾ ഒരെണ്ണത്തിന് ഇപ്പം നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്നത് ഒന്നാതെ ആ മലയാളം വാക്ക് തന്നെ വെച്ച് കുഴപ്പം പിടിച്ച വാക്ക്, എല്ലാത്തിൻ്റെ കൂടെയും ശാസ്ത്രം നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ പിന്നെ അതിന് സയൻസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സയൻസ് ആൻഡ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സയൻസ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം സയൻറ്റിഫിക് ആണെന്ന് പറയാനുള്ള കാരണം എങ്ങനെയാണ്? അതിന് കുറച്ച് ഡെഫിനറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സും കുറച്ച് അങ്ങനെയാണല്ലോ സയൻസിൻ്റെ ഒരു മോഡൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരീക്ഷണ നിരീക്ഷണങ്ങൾ, തെളിവുകൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ റിപ്പീറ്റബിലിറ്റി, ഫാൾസിഫയബിലിറ്റി, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ അനുഭവ സാക്ഷ്യങ്ങൾ സയൻസിൽ എടുക്കുന്നുണ്ട്, പക്ഷേ അത് വിശ്വാസത്തിൽ എടുക്കുന്നത് പോലെ അതൊരു മേജർ ഫാക്ടറല്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ആൾക്കാർ അനുഭവ സാക്ഷ്യങ്ങളിൽ വിശ്വസിക്കുമ്പോൾ ഒരു റിസർച്ച് സ്കോളറിനുണ്ടാവുന്ന ചില അനുഭവങ്ങൾ ചില ഹൈപ്പോത്തിസിസുകളായിട്ട് ചില റിസർച്ചുകൾ തുടങ്ങുന്നത് തന്നെ ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചെറിയൊരു അനുഭവത്തിൽ നിന്നായിരിക്കും. ഉദാഹരണത്തിന് എക്സ്റേയോ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി മാഡം ക്യൂറിയൊക്കെ കണ്ടുപിടിച്ച് ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ഹൈപ്പോത്തിസിൻ്റെ അന്വേഷണത്തിലാണ് പലപ്പോഴും ഇതിരുന്നത്. അപ്പം അനുഭവം ഇമ്പോർട്ടൻ്റ് ആണ്, അനുഭവം പ്രധാനമല്ല. പിന്നെ സയൻസും സ്യൂഡോ സയൻസും തിരിച്ചറിയാൻ എളുപ്പമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഫാൾസിഫയബിലിറ്റി, റിപ്പീറ്റബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്ത പ്രതിഭാസങ്ങളൊക്കെ സ്യൂഡോ സയൻസ് ആവാനേ സാധ്യതയുള്ളൂ. അതിനെ മനസ്സിലായോ? ഞാൻ അതെ. അപ്പം നമ്മൾ എന്തുവാ ചെയ്യുക? മെത്തഡോളജി അല്ല, ഈ മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ മെത്തഡോളജി അല്ല, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തഡോളജി ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, അത് വെച്ച് അനലൈസ് ചെയ്യാം. അതിൽ ഇൻഫീരിയർ ആയിട്ടുള്ളൊരു മെത്തഡോളജി എടുക്കാൻ അത് ശരിക്കും അതായത് നമുക്ക് എപ്പോഴാണ് സയൻസിൻ്റെ എനിക്കൊന്നൊരു ഉപയോഗം വേണ്ടി വന്നത്? കൃത്യമായി ലോജിക്കലായി ഡെഫൈൻ ചെയ്യേണ്ടി വരുമ്പോഴേ. അപ്പോൾ കൃത്യമായിട്ട് ലോജിക്കലായിട്ട് തിരിച്ചറിയാനുള്ള എല്ലാ തെളിവുകളും സയൻസ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ കൂടുതൽ വിശ്വാസം എന്ന് പറയുന്നത്. ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ, അനുഭവ സാക്ഷ്യം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അനുഭവം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു, അതായത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ എക്സ്പീരിയൻസ്. ഓക്കെ, അല്ല, ആ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ശാസ്ത്രം ഉപയോഗിച്ച് നമുക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത്, സയൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അനുഭവ സാക്ഷ്യങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യങ്ങളാണെങ്കിൽ അതിനെ വിശദീകരിക്കാനുള്ള ഏറ്റവും നല്ല ഹൈപ്പോത്തിസിസ് എന്താ നമുക്ക് വേറെ അന്വേഷിക്കാം. ഇപ്പോൾ അനുഭവ സാക്ഷ്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, അതെ അനുഭവം. റൈറ്റ്. അപ്പോൾ ഭക്ഷണം കഴിച്ച് ആരോഗ്യം കൂടുന്നതിനുള്ള അനുഭവം ഉണ്ടെങ്കിൽ അതിന് വിശദീകരണ ശാസ്ത്രത്തിലുണ്ട്. അത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. നമ്മുടെ സമയം അതിക്രമിച്ചു. അപ്പോൾ നമ്മളിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.